അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. വലിയ പെരുന്നാൾ. അതെ, ഇന്ന് നമ്മൾക്ക് വലിയ ഈദാണ്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോവാം ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എടുക്കാൻ പോവാ. നമ്മളിങ്ങനെ ഇപ്പൊ ഫോട്ടോഷൂട്ടിലാണ്. കണ്ടില്ലേ പോന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെയോ ആണ്. കണ്ടില്ലേ, ഒരാൾ ഇത് വലിയ പോസ്റ്റ് ഇടുന്നു. കറങ്ങിക്കാം. കാണിക്കുന്ന എന്ത് പൂച്ചാനെ നോക്കി പേടിപ്പിക്കുന്നത്. ഇവിടെ കൊടുങ്കാറ്റാണോ? കൊടുങ്കാറ്റ് ഇതിനെ കൊണ്ട് വലിയ ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവം? എണീച്ച് പോകൂച്ചേ. പൂച്ചനെ പേടിച്ച് നടക്കുന്നത്. അടുത്ത് ഇപ്പൊ ഓടുന്നതാണ്. നമുക്ക് അതിന്റെ ഓട്ടം കാണാം. നമ്മളിന്ന് ഈദായിട്ട് ഫുള്ള് പെട്ടടക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാളെ ഫ്രഷേഴ്സ് ആണ്. സോ അതിൻ്റെ പ്രൊമോ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇപ്പം വിളിച്ചിരിക്കുക. അതെന്ന് വെച്ചാൽ ഞാൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നേരെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. എല്ലാം പോട്ടെ എന്ന് പറയാം. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് വരെ ഈ രാത്രി 8 മണിക്ക് വരെ ഇവിടെ നല്ല വെളിച്ചവും വെയിലുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പെയ്റ്റ്. ഇത് കണ്ടോ, മഴക്കാറ്, നല്ല മഴക്കാറായി. ഒരു 3 മണി 4 മണി ആവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ നല്ല മഴക്കാറായി. ഞാനാണേലും ഇന്നലെ മൈലാഞ്ചിയൊക്കെ ഇടിയിപ്പിച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ സെറ്റായിട്ടിരുന്നത്. പക്ഷെ എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ ടൈം കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഞാനിത് എങ്ങനെയൊക്കെയോ വന്നിരുന്നത് ഇൻട്രോയും വീഡിയോസും എടുക്കുന്നതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നതായിരിക്കും. ഫുഡ് നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നേരെ ഈ പ്രൊമോഷൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് ആ പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ പോകുന്നതായിരിക്കും. ഇപ്പം ചെറുതായിട്ട് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മഴക്കാറുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. 2 സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ രോദനമാണ് ഇപ്പോൾ കാണാൻ പോണത്. കണ്ടില്ലേ, കുട്ടിയാണെങ്കിൽ ഈടായിട്ടൊന്നും ഒരുങ്ങിയിട്ട് പോലുമില്ല. ഞാനാണെങ്കിൽ ഒരുങ്ങിയിട്ട് ഇവിടെ ഒരുമാതിരി ഇരിക്കുന്നു. നമുക്കിനി വേഗം ഇവർക്ക് വീഡിയോ എടുത്ത് കൊടുത്തിട്ട് വേഗം ഇവിടുന്ന് പറക്കണം. ഈ ടീംസിന്റെ ആണ് നമുക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഇവരെ ഒന്ന് തീരുമാനിച്ചിട്ട് പോലില്ല എവിടെയാണ് എന്താണ് ചെയ്യുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട്. ഇത് ഒരാൾ അവിടെ ഇരുന്ന് കരയുന്നു. രക്ഷ ഇവിടെ നോക്കി കരയും. കണ്ണീര് തുടയ്ക്കുന്നു. ഗൈസ്, ഫെയറി രക്ഷ. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? പവർഡ് ബൈ അഫ്ന. ഇത് സത്യത്തിൽ ഇത് എന്റെ ഔട്ട്ഫിറ്റ് അല്ല, ഇത് അഫ്നയുടെ ഔട്ട്ഫിറ്റ് ആണ്. കണ്ടല്ലേ, നോക്കൂതോ, സൂര്യൻ ഇതാ ഉദിച്ചിറങ്ങുന്നു. നേരത്തെ ഇവിടെ മഴക്കാറായിരുന്നു. ഇപ്പൊ ആണ്ടേ വെയിലും കൊണ്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്താണിത്? ഞാൻ വീഡിയോ എടുത്ത് തിരിഞ്ഞതും വീണ്ടും മഴക്കാറ്. കണ്ട എന്റെ മോനെ. നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറഞ്ഞു നമ്മള് വീഡിയോ എടുത്ത് വന്നാൽ എഡിറ്റ് എല്ലാം ചെയ്തു തരാന്ന്. അപ്പൊ അവരെന്നാ പറഞ്ഞാൽ പൊക്കോളാൻ പറഞ്ഞു. നമ്മളിനി നേരെ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന ആ ഗ്യാങ്ങിന്റെ അടുത്തോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ നേരെ ലാംഗ്വേജ് ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ ഓഡിറ്റോറിയം. അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. പറയൂ. അതെ, അഞ്ജന മനോജിനെ ഇത് അഞ്ജന സെൻ, ഇത് അഞ്ജന മനോജ്. നമ്മൾ ഞാൻ നടന്നു വരുന്നേക്ക് ഉസ്ബക്കുകളെ പരിചയപ്പെട്ടു. പേര് പറയുമോ പ്ലീസ്? പറയൂ പേര് പറയൂ സഹോദരി. ഇത് ഷന ഫർസീൻ, ആയിഷ സിയാദ്, ഹെബ ഫിറോസ്. അതോ ഹിബ ഫിറോസ് ആണോ? അതെ, കറക്റ്റാണ്. ഹിബ ഫിറോസ് അല്ല, ഹെബ ഫിറോസ്. ഇതായതുകൊണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പോവാണ്. നമുക്കും വേറെ ഒരു വഴിക്ക് പോവാം. ഷാനക്ക് ഫാൻസ് ഉണ്ട്. വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞോണ്ട് ചൂഷണം ചെയ്യുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് റോസാപ്പൂവാണ്. നീ കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഫുള്ള് റോസ ചെടികളാണ്. സാധനം ഡബിൾ റോളാണ്. അന്യനും അമ്പിവേശത്തിലൊക്കെ നിങ്ങൾ കാണും. കണ്ടില്ലേ, നേരത്തെ ബ്ലാക്ക്, പച്ച. അഫ്നേനെ നോക്ക്. അഫ്ന കിസ് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, സണ്ണങ്ങും വല്ലാണ്ട് കിസ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ കൊറേ റോസ പിടിച്ചിപ്പോണ്ട്. മോഡൽ നമ്പർ 2. ബാക്കിയുള്ള മോഡൽസ് ഇതാ നടന്നു വരുന്നു. Come on, everybody.
ഘോഷയാത്ര ആയിരിക്കും. ഇവിടെ ഇപ്പൊ കൊടുങ്ങ വെച്ചാണ് തോന്നി കണ്ടില്ലേ, എല്ലാവരും പറക്കൊന്നു രക്ഷി നമ്മുടെ രക്ഷ ഔട്ട്ഫിറ്റ് ഒക്കെ മാറിയിട്ടിരിക്കുകയാണ്. ഇപ്പോ ഉസ്ബെക്കുകൾ ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല. എന്താണ് ഉസ്ബെക്കുകൾ പോകുന്നില്ലേ? അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്റ്റലിൽ പോവാണ്. അപ്പൊ നാളെ നമ്മൾ ഫ്രഷേഴ്സിന്റെ ഫുൾ വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും